ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 109ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. എസ്തേർ 7 മുതൽ 10 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം. ഈ പോർഷൻസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എല്ലാവരും ഓൾറെഡി വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഞാനൊരു പുരുഷനാണ്, എൻ്റെ പേരും ശലോമോന്റെ മരുമകളുടെ, അതായത് മകന്റെ ഭാര്യ മരുമകളുടെ പേരും ഒരുപോലെയാണ്. പുരുഷന്റെ പേരെന്ത്? അതായത് ശലോമോന്റെ മരുമകളുടെ പേര് ഈ പാഠഭാഗത്തില്ല, അതറിയുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. അതൊരു ക്ലൂ ആയിട്ട് പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാനൊരു പുരുഷനാണ്, എൻ്റെ പേരും ശലോമോന്റെ മരുമകളുടെ പേരും ഒരുപോലെയാണ്. പുരുഷന്റെ പേരെന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 അക്ഷരമുള്ള ഒരു മാസത്തിന്റെ പേരിന്റെ നടുവിലുള്ള അക്ഷരം മാറ്റിയാൽ ബൈബിളിൽ കാണുന്ന ഒരു മരുഭൂമിയുടെ പേരാണ്. ഏതാണ് മാസം? 3 അക്ഷരമുള്ള ഒരു മാസത്തിന്റെ പേരിന്റെ നടുവിലുള്ള അക്ഷരം മാറ്റിയാൽ ബൈബിളിൽ കാണുന്ന ഒരു മരുഭൂമിയുടെ പേരാണ്. ഏതാണ് മാസം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അഹശ്വരോഷ് രാജാവിന്റെ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്ന വേഗതയുള്ള മൃഗം ഏത്? ഈ മൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നത് ആര്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. അഹശ്വരോഷ് രാജാവിന്റെ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്ന വേഗതയുള്ള മൃഗം ഏത്? ഈ മൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നത് ആര്? നാലാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്ത് എൻ്റെ പേരിൽ നിന്ന് ഒരു അക്ഷരം മാറ്റിയാൽ ഒരു അപ്പോസ്തലന്റെ പേരാണ്. ഞാൻ ആര്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പുതിയ നിയമ പാഠഭാഗത്ത് എൻ്റെ പേരിൽ നിന്ന് ഒരു അക്ഷരം മാറ്റിയാൽ ഒരു അപ്പോസ്തലന്റെ പേരാണ്. ഞാൻ ആര്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ 6 മക്കളുടെ പേരിന്റെ അവസാനത്തെ അക്ഷരം ഒരുപോലെയാണ്. ഞാൻ ആര്? മക്കളുടെ പേരെന്തല്ല? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. എൻ്റെ 6 മക്കളുടെ പേരിന്റെ അവസാനത്തെ അക്ഷരം ഒരേപോലെയാണ്. ഞാൻ ആര്? മക്കളുടെ പേര് എന്തല്ല? ഓക്കെ, അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ഇപ്പോഴേ ഉത്തരം മനസ്സിൽ വന്നിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പൊ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരം വിത്ത് റെഫറൻസ് ബാക്കിയും കൂടെ ചേർത്ത് നിങ്ങൾ അയച്ചോളൂ. ഇതിന്റെ ശരി ഉത്തരം നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നാളെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.